ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാൽവ വ്ളോഗ്സ്. ഇന്ന് ഞങ്ങളുടെ നിറമാലയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് വരും. എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. ഇന്ന് തേവരമ്പലത്തിലെ നിറമാലയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നു. ഇനി ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ അമ്പലത്തിലേക്ക്. കിച്ചു വരുന്നുണ്ടാവില്ല, ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. ഞങ്ങൾ 3 പേരും പോകുന്നുണ്ട്. അപ്പോൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് വൈകുന്നേരം വീണ്ടും അമ്പലത്തിലെ ദീപാരാധന തൊഴാൻ പോകണം. ഇന്ന് ഫുള്ള് അമ്പലത്തിലായിരിക്കും കേട്ടോ. മാറിക്കിട്ടാ ഇവിടെ എന്നെ കാണിക്കുന്ന കുട്ടി മാറിക്കണ്ട. അപ്പൊ ഗൈസ് നമ്മ തേങ്ങയാണ് കേട്ടോ. തെങ്ങിന്ന് കുറേ ഇട്ടുണ്ട്. 2-3 ഇളനീര് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഷെയ്ക്കോ ജ്യൂസ് ഉണ്ടാക്കാനാണ്. ഇളനീരായിട്ടുള്ള പൊട്ടിക്കുമ്പോ ആ മഞ്ഞ ഓറഞ്ച് ഇതാ ഈ തെങ്ങന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂത്തുണ്ടാവുമ്പോ ഇപ്പൊ ഈ അമ്മ തൊട്ടില്ലേ അത്, മറ്റേ ഓറഞ്ച് ഇല്ലേ, അത് മൂത്തും തോന്നു. അല്ല അതിന്റെ അപ്പുറത്ത് അതന്നെ. ഗൈസ്, അപ്പോൾ കുറച്ച് തേങ്ങ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇട്ടതാണ് കേട്ടോ. മാളും വാവിയും പല്ല് തേക്കാൻ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. തെങ്ങിൻ്റെ ചോട്ടിലാണ് പൈപ്പ്. കണ്ട, ആ തെങ്ങിൻ്റെ ചോട്ടിലെ പൈപ്പ് അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പല്ല് തേക്കുക. അപ്പോൾ അതും ആയിട്ടില്ല, വേണ്ട. ഞങ്ങൾ തോട്ടി കൊണ്ടുവന്ന് കുറച്ച് തേങ്ങയുണ്ട് കേട്ടോ ആട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് തേങ്ങയുണ്ട്, അതൊക്കെ ഒന്ന് ആട്ടി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സമയം ഇതാണ് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് ചപ്പ് കണ്ടില്ലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയതാട്ടോ. അപ്പോഴേക്ക് വീണ്ടും നിറഞ്ഞു. ഈ മാവിൻ്റെ ഇല ഇങ്ങനെ നിൽക്കുക കാരണം കൊണ്ടേ ഫുള്ള് ചപ്പാണ് കേട്ടോ. താമസമില്ലാത്ത വീട് പോലെ കിടക്കുന്നില്ലേ. വൃത്തിയാക്കിയതാ, എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. കണ്ടില്ലേ, ഫുള്ള് ചപ്പാണ്. കണ്ട ഗൈസ്, എന്ത് രസമാണ്. അവിടെ അങ്ങനെ മഞ്ഞപ്പൂ വിരിഞ്ഞ് നിൽക്കണ കാണാം. മഞ്ഞപ്പൂ ഇല്ലേ, കുഞ്ഞിലെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ ഞങ്ങളുടെ ബാക്ക് സൈഡിലുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലമല്ല, വേറെ ആൾക്കാരുടെ സ്ഥലം. ഒക്കെ ഇങ്ങനെ മുന്ത പിടിച്ച് കിടക്കുക, കാട് കെട്ടി കിടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത്രയും തേങ്ങ ഞാനിപ്പോൾ തോട്ടി കൊണ്ട് വലിച്ചിട്ടതാണ് കേട്ടോ ഗൈസ്. കണ്ട, ഒക്കെ കുഞ്ഞു തേങ്ങ കേട്ടോ. തെങ്ങിന് വളമൊന്നും ഇടാത്തതുകൊണ്ട് ഇപ്രാവശ്യത്തെ തേങ്ങയൊക്കെ ചെറിയ തേങ്ങകളാണ്. പിന്നെ അമ്മ ശബരിമലയ്ക്ക് പോവില്ലേ, അപ്പോൾ അമ്മയ്ക്ക് ചെറിയ തേങ്ങ നോക്കിയിട്ട് അവിടെ എറിയാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടി അതിനൊന്ന് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തേങ്ങ നാളെ ബുധനാഴ്ചയാണ് കെട്ടുന്നറ. നാളെ എല്ലാം റെഡിയാക്കി വെക്കണം. ഇതാണ് കേട്ടോ. എന്തായാലും കുറച്ച് ഇതുകൊണ്ട് ചാക്കിൽ കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് ആട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏട്ടൻ വരുമ്പോഴേക്കും ആൾക്ക് എണ്ണ തോനെ വേണം. അപ്പോൾ വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെക്കണം.
അതെ ഇതിന്റെ നല്ലത്. കിഴക്കേ നടക്കൽ